ലേഡീസ് ബാൻഡ് തുടരുന്നു. ബ്രഹ്മപുരം കേസിലെ വിജിലൻസ് അന്വേഷണം തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്വന്തക്കാരെ രക്ഷിക്കാനാണ് അന്വേഷണം. ഒരു കോൺഗ്രസുകാർക്കും അഴിമതിയിൽ പങ്കില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലാൻഡ് സന്ദർശിച്ചപ്പോൾ സോണ്ട കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു എന്നതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 2019 മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലൻഡ്സ് സന്ദർശിച്ചപ്പോൾ ഈ സോണ്ട കമ്പനിയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ ബയോ മൈനിങ്, വേസ്റ്റ് ടു എനർജി പദ്ധതികളുടെ നടത്തിപ്പ് കരാർ ഈ സോണ്ട കമ്പനിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഒരു കോൺഗ്രസ് നേതാവിനും പങ്കില്ല. അത് ഞങ്ങൾ മാത്രമല്ല കട്ടത്, നിങ്ങളും കൂടി കട്ടതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും CBI അന്വേഷണത്തിന് വിധേയമായിരിക്കും. ഒറ്റയാളുമില്ല. തിരുവനന്തപുരം പബ്ലിക് ഓഫീസ് കോംപ്ലക്സിലെ ചീഫ് ആർക്കിടെക്ട് ഓഫീസിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മിന്നൽ പരിശോധന. പർച്ചേസ് സംബന്ധിച്ച് വിശദമായി ഇന്റേണൽ വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഓഫീസിൽ ജീവനക്കാർ കൃത്യമായി എത്തുന്നില്ലെന്ന പരാതിക്കു പിന്നാലെ വകുപ്പ് സെക്രട്ടറിക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മിന്നൽ പരിശോധന. പഞ്ചിംഗ് സ്റ്റേറ്റ്മെന്റ്, CL രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ തുടങ്ങിയവ ഹാജരാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. ആവശ്യപ്പെട്ട രേഖകൾ വൈകിയതോടെ മന്ത്രി ക്ഷുഭിതനായി. ഒച്ചിന് ഇതിനേക്കാൾ വേഗതയുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. മെസ്സി മരണത്തിന് പോയിക്കോട്ടെ, പക്ഷെ പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തുന്നതിൽ കൃത്യതയില്ലെന്നും പർച്ചേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഇന്റേണൽ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി. പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ തന്നെ ഒരുപാട് സമയമാണ് എടുത്തത്. പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് നോക്കി അതിന്റെ ഓരോ ഇൻ ആൻഡ് ഔട്ട്, എത്ര മണിക്ക് ഓഫീസിൽ ജോലിക്ക് വരുന്നു, എപ്പോൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഫീസ് വഴിയുള്ള ഫയലിന്റെ വിശദ വിവരങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓഫീസിലെ പഞ്ചിംഗ് സ്റ്റേറ്റ്മെന്റ് PWD സെക്രട്ടറി വിശദമായി പരിശോധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൈക്കൂലി കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന വിജിലൻസ് സ്പെഷ്യൽ സെൽ യൂണിറ്റ് ഡിവൈഎസ്പി P. വേലായുധൻ നായരെ കാണാനില്ല. വിജിലൻസ് സംഘം വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഡിവൈഎസ്പിയെ കാണാതായത്. അറസ്റ്റ് ഭയന്ന് മുങ്ങിയതാണെന്ന് സൂചന. വീട്ടുകാർ പരാതി നൽകാത്തതിനെ മിസ്സിംഗ് കേസ് എടുത്തിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തോടെ കഴക്കൂട്ടത്തെ വീട്ടിൽ ആരംഭിച്ച വിജിലൻസ് പരിശോധന രാത്രി 9-നാണ് അവസാനിച്ചത്.